എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാവരും. അതിൻ്റെതായിട്ടുള്ള ഫലം കിട്ടണമെന്നില്ലല്ലേ. കിട്ടാൻ നമ്മൾ എപ്പോഴും പരാതിയും പരിഭവങ്ങളും മാത്രമല്ലേ പറയാറുള്ളൂ. പിന്നെ എങ്ങനെ കിട്ടാനാ? അതിലൊക്കെ ഒരു മാറ്റം വേണ്ടേ? അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം വളരെ മിറക്കിളായിട്ട് വരും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദീപ എന്നാണ്. എൻ്റെ ചെറിയ ചെറിയ അറിവുകളാണ് ഞാൻ ഇന്ന് വീഡിയോയുമായി ഷെയർ ചെയ്യുന്നത്. കൂടുതലും ഞാൻ സുബ്രഹ്മണ്യ ഭജനം, സുബ്രഹ്മണ്യ നാമം ഒക്കെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇതിൽ ചെയ്യുന്നത്. കഴിവതും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ എനിക്ക് എന്തൊക്കെ കിട്ടുന്നോ ആ അറിവുകൾ ഇതിനകത്തോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. അപ്പം നമുക്ക് എന്താണ് ആദ്യം പ്രാർത്ഥിക്കേണ്ട രീതി എന്നല്ലേ പറയുന്നത്. നമ്മൾ വിളക്ക് കത്തിക്കുന്നു, അതിൽ നാമം ജപിക്കുന്നു. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 5 തിരിയിട്ട് വിളക്ക് കത്തിക്കുന്നു. ദീപം അല്ലെങ്കിൽ നെയ്യ് ദീപം കത്തിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ ചന്ദനത്തിരി കത്തിക്കുന്നു. ചിലർ കർപ്പൂരം ഒഴിയുന്നവരുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ കർപ്പൂരം ഒഴിയും അല്ലേ. ഇവിടെ ഇപ്പോൾ ചിലയിടത്തൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പോകുമ്പോഴെങ്ങനെയാണ്? അമ്പലങ്ങളിൽ പോകുമ്പോൾ ഭഗവാന്റെ രൂപം കാണുന്നു. അതിൽ നമ്മൾ പറയുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ഇഷ്ടകാര്യങ്ങൾ പറയുന്നു. പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരെ കാണാറുണ്ട്. അങ്ങനെ ഓരോ തരത്തിലാണ് ഓരോരുത്തരുടെ പ്രാർത്ഥന. പക്ഷേ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഭഗവാനോട് നന്ദി പറയാറുണ്ടോ? ആരെങ്കിലും നമുക്ക് കിട്ടിയ സൗഭാഗ്യത്തിന് നന്ദി പറയാറുണ്ടോ? നമുക്ക് ഇനിയും കൂടുതൽ വേണമെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. നന്ദി പറയാറില്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾ ഓരോ പ്രാർത്ഥനയിലും ഓരോ വാക്കിലും നിങ്ങൾ നന്ദി ഉൾപ്പെടുത്തണം. നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾക്കെല്ലാം നമ്മൾ നന്ദി പറയുക തന്നെ ചെയ്യണം. നന്ദി എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ നമുക്ക് സമ്പത്തും ഐശ്വര്യവും തന്നുകൊണ്ടിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം തന്നുകൊണ്ടിരിക്കും. ഇത്രയും നമ്മളെ നടത്തുന്നതും ഇത്രയും നമ്മൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം അസുഖത്തിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട്, അതുപോട്ടെ എന്തെല്ലാം നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഒരു കാര്യത്തിന് വീടോ അല്ലെങ്കിൽ നല്ല മക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഒന്നുമില്ലാഴികയില്ല, എന്തെങ്കിലും തന്നിട്ടുണ്ടോ അതിൽ നിങ്ങൾ നന്ദി പറയുക. നമ്മൾ നന്ദി പറയുന്ന സമയത്ത് നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. പ്രാർത്ഥനയിൽ ഒരു വ്യത്യാസം വരുത്തണമെന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന ആ ദീപം, 5 തിരിയിട്ടുള്ള ദീപം കാണുമ്പോൾ നമ്മളിങ്ങനെ സന്തോഷം ഇല്ലേ, നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. 5 തിരിയിട്ട ദീപം അല്ലെങ്കിൽ 2 കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിടുന്നവരുണ്ട്. അങ്ങനെ തിരിയിട്ടാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രകാശം നമ്മുടെ കണ്ണിലോട്ട് വരും അല്ലേ. അതുപോലെ തന്നെ ഭഗവാന്റെ രൂപം കണ്ണിലോട്ട് വരും. ആ ഒരു കണ്ണിൽ കിട്ടുന്ന ആനന്ദം എന്താണ്? അത് നമ്മൾ ആസ്വദിക്കും. ആ ആസ്വദിക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കണ്ണിലെ ഊർജം ഹൈയാകും. ആ കണ്ണെന്ന് പറയുന്ന ഇന്ദ്രിയം തുറക്കും. അങ്ങനെ ആ ഒരു കണ്ണിലൂടെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മൾ ചന്ദനത്തിരി കത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കർപ്പൂരം കത്തിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരു മണം നമ്മൾ ആസ്വദിക്കും അല്ലേ. അതാണ് മൂക്കെന്ന് പറയുന്ന 2ാമത്തെ ഇന്ദ്രിയം തുറക്കപ്പെടും. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ശംഖുവിളി, അല്ലെങ്കിൽ നമ്മൾ നാമം ചെല്ലുന്നത് തന്നെ നമുക്ക് കേൾക്കാം, ശംഖുവിളി കേൾക്കാം. അങ്ങനെയുള്ളതൊക്കെ നമ്മുടെ ചെവിയിലൂടെ ശ്രവിക്കും. അതാണ് 3ാമത്തെ ഇന്ദ്രിയമായ ചെവി തുറക്കപ്പെടും. പിന്നെ മൊത്തം കുടിക്കുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമ്മളല്ലെങ്കിൽ നാമം ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? നാവ് കൊണ്ടല്ലേ. ആ നാവ് നല്ല കാര്യങ്ങളാണ് ജപിക്കുന്നത്, സ്തോത്രങ്ങളല്ലേ ജപിക്കുന്നത്. ആ സ്തോത്രങ്ങൾ ജപിക്കുന്ന സമയത്തുണ്ടാകുന്ന നമ്മുടെ നാവിലെ സരസ്വതി വിളയാടുവാണ്. ആ സരസ്വതി വിളയാടുന്ന നാവ് ഉണരും. പിന്നെന്താണ് അടുത്തത്? കയ്യിലോട്ട് ചന്ദനം മേടിക്കുന്നു, അല്ലെങ്കിൽ കർപ്പൂരം നമ്മൾ തൊട്ടു തൊഴുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ വരുന്ന ദീപത്തെ തൊട്ടു തൊഴുന്നു. അങ്ങനെ തൊഴുമ്പോൾ നമ്മുടെ ത്വക്കെന്ന് പറയുന്ന 5ാമത്തെ ഗ്രന്ഥി ഇന്ദ്രിയം. ഇത്രയും വിശദമായിട്ട് പറഞ്ഞ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹൈ എനർജി നിൽക്കുകയാണ് ആ സമയം നമുക്കുണ്ടാകുന്നത്, നമുക്കൊരു പ്രകാശവലയം പോലെ നമ്മുടെ ചുറ്റും ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു പ്രകാശവലയം, ഭഗവാന്റെ ഒരു അനുഗ്രഹ വലയം നമ്മൾക്ക് ചുറ്റും ഉണ്ടെന്നൊന്ന് സങ്കല്പിക്കുക. അങ്ങനെ സങ്കല്പിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഉപബോധ മനസ്സ് നല്ല ആക്റ്റീവായിട്ടിരിക്കുന്ന സമയമാണ്. ആ ഒരു സമയത്ത് നമ്മൾ അയ്യോ ഭഗവാനെ ഒന്നും തരുന്നില്ലല്ലോ, എനിക്ക് എന്താണ് ഇങ്ങനെ വരുന്നത്, എൻ്റെ അസുഖങ്ങൾ എന്താണ് മാറാത്തത്, എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ തരുന്നത്, അല്ലെങ്കിൽ ഇന്നടത്ത് നമ്മളെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഇല്ലായ്മയാണ്. ഇല്ലായ്മ ഫോക്കസ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിക്കും.
അപ്പോൾ നിങ്ങൾ ഓർക്കുന്ന എന്താ, ഭഗവാൻ ഇതൊക്കെ കേട്ട് നമുക്ക് ആ ഒരു പ്രാർത്ഥനയിൽ മാറ്റം കൊണ്ടുവന്ന് ഇതൊക്കെ തരുമെന്നാണ് വിചാരിക്കുന്നത്? അങ്ങനെയല്ല. നമുക്ക് ഉള്ളതിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക. ഭഗവാനെ, എനിക്ക് തന്ന ആയുസ്സും ആരോഗ്യത്തിനും ഞാൻ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തന്ന നല്ല ഭർത്താവിനെ, നല്ല മക്കളെ, ഇതിനെല്ലാം ഞാൻ അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് ഇപ്പം ഉണ്ടായിരിക്കുന്ന സമ്പൽ സമൃദ്ധിയിൽ ഞാൻ സന്തോഷവതിയാണ്, അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം തന്ന് അനുഗ്രഹിച്ചതിന് ഭഗവാൻ 1000 നന്ദി. ഇനിയും 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 ഇതുപോലെ എനിക്ക് അനുഭവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ഞാൻ എൻ്റെ മനസ്സ് അർപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഈ ഉള്ളവൾക്ക് അനുഗ്രഹം തന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി. ഇത്രയും പറഞ്ഞാൽ മതി. നമ്മളെല്ലാം അവിടെ സമർപ്പിച്ചാൽ മതി നന്ദിപൂർവ്വം. ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഒരു പരാതിയും പറയണ്ടെന്നേ. ഈ പരാതി പറയുമ്പോഴാണ് കൂടുതൽ നമുക്ക് ഓരോ വിഷമങ്ങളുണ്ടാകുന്നത്. എല്ലാവരും പ്രാർത്ഥനയിലെ വ്യത്യാസമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ തന്നെ തുടരുക. പ്രാർത്ഥനയിലുള്ള മാറ്റം ഒക്കെ വരുത്തി സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുക. മിറക്കിൾ സംഭവിച്ചിരിക്കും. ഉറപ്പായിട്ടും ഭഗവാന്റെ അനുഗ്രഹം കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം, അടുത്ത ടോപ്പിക്കുമായിട്ട്. നന്ദി, നമസ്കാരം.